പൊതുവെ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ട്, പൗരോഹിത്യം ജനങ്ങൾക്കിടയിൽ നട്ടുമുളപ്പിച്ച ഒരു ധാരണയുണ്ട്. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന മധ്യവർത്തികളായ ആളുകൾ, സഹായം തേടപ്പെടുന്നവരായ ആളുകൾ, അവർ അല്ലാഹുവിങ്കൽ പ്രിയങ്കരായ ആളുകളാണെങ്കിൽ തങ്ങൾ തേടുന്ന തേട്ടം പ്രാർത്ഥനയാവുകയില്ല എന്നൊരു ധാരണ. ആരാണ് വദ്ദ്, സുവാഗ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് പരിശോധിച്ചാൽ ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ സംഭവമുണ്ട്. വഹിയ അസ്മാഉ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സച്ചരിതരായ മാതൃകാ പുരുഷന്മാരായ ദൈവഭക്തന്മാരായ ഔലിയാക്കളായിരുന്നു അവർ. വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായ ആളുകൾ. കേവല ബിംബങ്ങളോടാണ് മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ സഹായം തേടുന്ന സിഎമ്മും മുനമ്പത്ത് ബീവിയുമെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഔലിയാക്കളാണ്, അവർ തങ്ങൾക്കിടയിൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, കേവല കല്ലുകളോടല്ല. ആരാണ് പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകൾ കേവല കല്ലുകളോടാണ് വിളിച്ചു പ്രാർത്ഥിച്ചതെന്ന്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയില്ലേ? വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നില്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബിംബത്തെ തച്ചുടച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇബ്രാഹിമിനോട് ചോദിച്ചു, നീയാണോ ഇബ്രാഹിം ഈ തോന്നിവാസം ചെയ്തത്? ഇബ്രാഹിം പറഞ്ഞത് എന്താ? ഖാല ബൽ ഫഅലഹു കബീറുഹും. അത് ചെയ്തത് ആ വലിയ വിഗ്രഹമാണ്. ഇവ സംസാരിക്കുമെങ്കിൽ ആ ബിംബങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, ആ വലിയ ബിംബമല്ലേ ഈ തോന്നിവാസം ചെയ്തതെന്ന്. അവസാനം അതിന്റെ മറുപടി എന്തായിരുന്നു? ലഖദ് അലിംത മാ ഹഉലാഇ യൻതിഖൂൻ. ഇബ്രാഹിം, നിനക്കറിയാം ഈ ബിംബങ്ങൾ സംസാരിക്കുകയില്ലെന്ന്. അതെ, കേവല ബിംബങ്ങൾ കേൾക്കുകയോ സംസാരിക്കുകയോ ഇല്ലെന്ന് ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു അവർ. പക്ഷേ തങ്ങളുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ കേവല പ്രതിരൂപങ്ങൾ മാത്രമാണ്. ഈ ബിംബങ്ങൾക്ക് പിന്നിൽ മഹാന്മാരായ മഹത്തുക്കളായ വ്യക്തികളുണ്ട്, അവരെയാണ് തങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നവർ വിശ്വസിച്ചു പോകുന്നു. ഉമർ മൗലവി തന്റെ ഓർമ്മകളുടെ തീരത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഫത്ഹുൽ മുഈൻ ഓതി പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്റെ ഉസ്താദിനോട് ബഹുമാനപൂർവ്വം ചോദിച്ചു, ഉസ്താദേ, നമ്മൾ ഈ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടുന്നതും അദ്ദേഹത്തിന് നേർച്ചയാക്കുന്നതും എതിർക്കാറുണ്ടല്ലോ, എന്നാൽ ഗുരുവായൂരപ്പനെ വിളിച്ചു തേടുന്നതും അദ്ദേഹത്തിന് നേർച്ചയാക്കുന്നതും എതിർക്കുകയും ചെയ്യുന്നു, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന് നേർച്ചയാക്കുന്നതും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് വ്യത്യാസം ഉസ്താദേ? ഉസ്താദ് കോപത്തോടെ കുറെ ചീത്ത പറഞ്ഞു. ഉസ്താദിനോട് ഭവ്യതയോടുകൂടി ഉമർ മൗലവി പറഞ്ഞു, ഉസ്താദേ, എന്റെ ചോദ്യം അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ ഉള്ളവന്റെ ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ല, ഉത്തരം നൽകുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അല്ല ഹമുക്കെ, നിനക്കറിയില്ലേ ഷേഖ് മുഹിയുദ്ദീൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണെന്നും ഗുരുവായൂർ അപ്പൻ അപ്രിയനാണെന്നും? അതാണല്ലേ ഉസ്താദെ നമ്മുടെ മസാല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ വിളിക്കാം, അതാണല്ലേ മസാല. അപ്പൊ ഉസ്താദെ, ഒരു സംശയം, ഈ നസ്രാണികൾ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ എതിർക്കാറുണ്ടല്ലോ, ഈസാ നബി അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവനോ അപ്രിയനോ? കുരുത്തം കെട്ടവനെ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിന്റെ തല തിരിച്ചുപോയോ എന്നാണ് മറുപടി. ഉമർ മൗലവി പറയാണ്, ഉസ്താദെ, തല തിരിഞ്ഞു പോയതല്ല, തിരിഞ്ഞ തല നേരെയാകാൻ തുടങ്ങുകയാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചു. ഭയം കൊണ്ട് ഞാൻ ആ സംസാരം അവിടെ നിർത്തി. നോക്കൂ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ മഹത്തുക്കളായതുകൊണ്ട് ശിർക്ക് തൗഹീദാവൂല. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സിഎം മടവൂരും മുനമ്പത്ത് ബീവിയും പെണ്ണ് കെട്ടാൻ പൂതിമസ്താനും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ ശിർക്ക് തൗഹീദാവൂല. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അവര് തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവർ ന്യായം പറയുന്നത് എന്താ? ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. ഇത് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമാണ്. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഷേഖ് മുഹയ്യിദ്ദീനും ജീലാനിയും അതുപോലെയുള്ള മമ്പറന്തങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളവരാണെന്ന് പറഞ്ഞാൽ ശിർക്ക് തൗഹീദാവൂല.